ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. മുന്തിരിങ്ങ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ബൗള് കറുത്ത മുന്തിരിങ്ങ എടുത്തിരിക്കുന്നത്. അരിയില്ലാത്ത മുന്തിരിങ്ങയാണ് ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം പുളിയുള്ള മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതിന് കളർ കുറവായതുകൊണ്ട് ഒരു 3 പീസ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ കുറവാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാവും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഗ്യാസ് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഈ മുന്തിരിങ്ങ ഒന്ന് പൊട്ടി വരുന്നത് വരെ വേവിച്ചെടുക്കാം. മുന്തിരിങ്ങയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് മാറ്റിയെടുക്കാം. എല്ലാം ഒന്ന് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പുളി ഇല്ലാത്ത മുന്തിരിങ്ങയാണെങ്കിൽ നമുക്കിതിനകത്തോട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പം അത്യാവശ്യം പുളി ഉള്ളത് കൊണ്ട് ഞാൻ നാരങ്ങ ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിനകത്തെ അതിൻ്റെ മണ്ടയ്ക്കത്തെ തൊലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണേ. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് മുന്തിരി ജ്യൂസെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള 2 ഗ്ലാസ് എടുക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തണുപ്പ് എത്രമാത്രം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ഗ്ലാസ്സിലോട്ടും ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ്സ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സോഡയാണ്. ആവശ്യത്തിനുള്ള സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുന്തിരി സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി റിഫ്രഷ്മെൻ്റ് ഡ്രിങ്കാണ്. നല്ല തണുപ്പും ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി നമ്മുടെ മുന്തിരി സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. മുന്തിരി സോഡ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.